എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്തൃശിഷ്യരായ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത ശേഷം അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും പ്രവർത്തന വിധങ്ങളും വിശദീകരിക്കുന്നതാണ് വിശുദ്ധ മത്തായി 10:5 മുതൽ 16 വരെയുള്ള വേദഭാഗം. ശിഷ്യരെ ആദ്യമായി പാരീഷ് മിഷൻ അയക്കുമ്പോൾ കർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമുക്ക് മുമ്പിൽ. തുടക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിലേക്കല്ല വന്നിരുന്നവർ അയക്കപ്പെടുന്നത്. തുടക്കം പരിമിതമായ തലത്തിൽ മാത്രം. ന്യായപ്രമാണം അറിയാത്ത ഈ ജനം എന്ന് പരീശന്മാർ പരിഹസിച്ചു പറയുന്നത് ഇവരെയാണ്. ന്യായപ്രമാണ നിബന്ധനകളെപ്പറ്റി കാര്യമായ അറിവില്ലാത്ത സാധാരണ മനുഷ്യർ. അവർ അധികം പേരും ഗ്രാമവാസികളായിരുന്നു. അറിവില്ലായ്മയാണ് അവരുടെ പീഡാ കാരണം. അറിവും ദർശനവും ഇല്ലാത്തടത്ത് ജനം വഴിവിട്ട് നടക്കും. അവരെ പരീശർ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ കർത്താവ് അവരെ തള്ളിയില്ല. ഇടയനില്ലാത്ത ആ ആടുകളെപ്പറ്റി തനിക്ക് മനസ്സലിവ് തോന്നി. ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ ആദ്യം അന്വേഷിക്കുക. ജാതികളുടെ അടുക്കൽ പോകുന്നതിന് മുൻപ് ആദ്യം ഇസ്രയേൽ ഗണത്തിലെ കാണാതെ പോയ ആടുകളെ അന്വേഷിക്കുക. കാണാതെ പോയ ആടുകളെ തിരഞ്ഞ് കൊണ്ടുവരികയാണ് ആദ്യ ഉദ്യമം. ആടുകളെ ആട്ടി ഓടിക്കുന്നതല്ല നല്ല ഇടയൻ്റെ ദൗത്യം. ആടുകൾക്ക് ന്യൂനതകൾ ഉണ്ടാവാം, പക്ഷേ അവയെ പരിഹരിക്കാൻ പ്രേരിപ്പിക്കുകയും അവയെ കണ്ടെത്തുകയുമാണ് പ്രധാന ദൗത്യം. ആടുകൾ അകലുന്നെങ്കിൽ ശാന്തമായി കാരണം കണ്ടെത്തി അവയെ അടുപ്പിക്കുവാൻ ഇടയന്മാർക്ക് ചുമതലയുണ്ട്. അവരെ ദൈവരാജ്യത്തിന് യോഗ്യരാക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശം അവരെ അറിയിക്കുകയും അതിലേക്ക് അവരെ യോഗ്യരാക്കുകയുമാണ് ഇടയൻ്റെ അടുത്ത ചുമതല. ദൈവരാജ്യത്തിൽ ഒരുക്കുവാൻ ആത്മീയ രോഗികളെ സൗഖ്യമാക്കണം. പാപത്തിൽ മരിച്ചവരെ മാനസാന്തരപ്പെടുത്തണം. പാപകുഷ്ഠം ബാധിച്ചവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിശാചിന് അടിമകളെ വിടുവിക്കണം. പ്രാർത്ഥിക്കാതെയും ആരാധിക്കാതെയും ഇരുന്നവരെ ദൈവത്തിന് ഉത്തമരാക്കി മാറ്റണം. അങ്ങനെ ദൈവരാജ്യത്തിന് ജനത്തെ ഒരുക്കുകയാണ് സഭയുടെ, ഇടവകയുടെ, ഇടയന്മാരുടെ പ്രധാന ദൗത്യം എന്ന് നാം ഓർക്കുന്നുവോ? പട്ടണത്തിലും ഗ്രാമത്തിലും ഉള്ള യോഗ്യന്മാരെ തിരിക്കണം. ഓരോ നാട്ടിലും കാര്യങ്ങൾ ഭംഗിയായി നടക്കുവാൻ ദൈവം ചില യോഗ്യന്മാരെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഇടവകയുടെയും ചരിത്രം നോക്കിയാൽ ആരെങ്കിലും ചില യോഗ്യന്മാരായവർ കഷ്ടപ്പെട്ടതുകൊണ്ടും ത്യാഗം സഹിച്ചതുകൊണ്ടുമാണ് പലതും നടന്നിട്ടുള്ളത് എന്ന് കാണാം. അവരെ മറക്കരുത് എന്ന് കരുതി ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ കുടിപാർപ്പിക്കുന്നത് ആലോചിച്ചു മതി. കൈക്കൊള്ളാത്ത വീടിനെയോ വ്യക്തിയെയോ ശപിക്കേണ്ട. കൈക്കൊള്ളാത്ത വീടിനെ ശപിക്കാനോ ശാപം ചൊരിയാനോ അനുവദിക്കുന്നില്ല. പരാതിയും വേണ്ട, പൊടി കൂടി തട്ടിയിടുക. പ്രതികാരത്തിനുള്ള അവസരം ദൈവത്തിന് നൽകുക. നാം ആരെയും ശപിക്കുകയോ പ്രതികാരം ചെയ്യുകയോ പോകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.